ഹലോ ഗായ്സ്, ഫുഡ് ഫൺ ഡ്രൈവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തണുത്ത സ്വാഗതം. ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ജയ്പൂരിൽ നിന്ന് പഞ്ചാബിലേക്ക് ലുധിയാനയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നല്ല തണുപ്പ്, ഭയങ്കര തണുപ്പ്. ഇവിടെ 10 ഡിഗ്രി ആട്ടോ. ഇവിടെ സൺറൈസ് ആവുന്നുണ്ട് റൈറ്റ് സൈഡിൽ. ആ കളറ് കാണാൻ പറ്റും. കണ്ടോ, അവിടുന്ന് സൺറൈസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കണ്ടോ, സൂര്യനെ കാണാൻ പറ്റും. ഇവിടെ നിൽക്കുമ്പോൾ കണ്ടോ, സൂര്യൻ ഉദിച്ചു വരുന്ന കാണാൻ പറ്റും. ഞങ്ങളെ നല്ലൊരു ചായക്കട കിട്ടുമോ നോക്കി വന്നതാണ്. ഈ സൺറൈസൊക്കെ കണ്ടൊരു ചായയൊക്കെ കുടിച്ച് പോകാമെന്ന് കണ്ടു. പക്ഷേ ഇവിടെ ഒരു ചായക്കട കണ്ടു, ചെറിയൊരു ചായക്കട ഉണ്ട്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ഓട പോലെ ഉണ്ട് സർവീസ് റോഡിൽ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ അമ്മയും കൂടെ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടായാണ് നമ്മൾ ഇവിടുന്ന് അങ്ങ് പോവാം. അപ്പം നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് ഓർത്തു. എന്നും നമ്മൾ രാവിലെ ചായ കുടിക്കുമല്ലോ. അപ്പം നമ്മളൊരു ചായക്കട ചെറുത് കണ്ടു. അപ്പം നമ്മളിവിടെ നിർത്തി. ഭയങ്കര തണുപ്പാണ്. ചായക്കട കാണിച്ചു തരാം. ഇതാണ് ചായക്കട കേട്ടോ. നമുക്ക് ഇന്നും ഒരു പട്ടിക്കുട്ടൻ വന്നിട്ടുണ്ട് ബിസ്ക്കറ്റ് കഴിക്കാൻ. അവൻ നമ്മൾ ബിസ്ക്കറ്റ് വാങ്ങി വെച്ചിരിക്കും എപ്പോഴും പട്ടിക്ക് കൊടുക്കാൻ വേണ്ടി. അത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നിർത്തുമ്പം പട്ടി വരുമ്പോൾ നമ്മളിങ്ങനെ എടുക്കും. കണ്ടിപ്പുറത്ത് സൺറൈസ് ആണ്. ആ ലോറി കിടക്കുന്നതുകൊണ്ടൊന്നും കാണത്തില്ല. സൺറൈസ് കഴിഞ്ഞു ഓൾറെഡി. ഇപ്പം സൂര്യൻ പൊങ്ങി വന്നു. പട്ടിക്കുട്ടൻ ഇവിടെ ബിസ്ക്കറ്റൊക്കെ തിന്നുക. എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് ഒരു കവറിടില്ലയോ? ഇവിടെ ചായ കുടിക്കാം. ചായ ഇവിടെ ഒരു ചേച്ചിയാണ് ഉണ്ടാക്കുന്നത്. ചായ കിട്ടാൻ വെയിറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾക്ക് തണുപ്പ് കാരണം കൈയൊക്കെ മരവിച്ച്, അതായത് ഇപ്പം കയ്യിൽ ഇങ്ങനെ തൊട്ടാൽ ഫീലിങ്സ് ഒന്നും ഇല്ല, തൊടുന്നത് പോലും അറിയില്ല, അത്രയ്ക്ക് തണുപ്പാണ്. കൈയൊന്നും ഇങ്ങനെ മടക്കാനേ പറ്റാത്ത തണുപ്പ്. നമ്മുടെ വായിന്നൊക്കെ പുക വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ അനങ്ങാതെ നിൽക്കുക തണുത്തിട്ട്. ചായ പിന്നെ അകത്തിരുന്ന് ചായ കുടിച്ച ഒരു രസമില്ലല്ലോ എന്ന് ഓർത്താൽ നമ്മൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ പട്ടിക്കുട്ടനൊക്കെ ഉണ്ട്. അതേ പട്ടിക്കുട്ടൻ ബിസ്ക്കറ്റ് തിന്ന് ഇങ്ങനെ തീർന്നു. ബിസ്ക്കറ്റ് തീർന്ന അവൻ്റെ അത്. പട്ടിയാണോ? ആ വേറൊരു പട്ടി വരുന്നുണ്ട്. ഇത്തിരി കണ്ടിട്ട് ഇത്തിരി കുസൃതിക്കാരനാന്ന് തോന്നുന്നുണ്ട്. അവനിങ്ങനെ ചാടി ചാടി പോയി. ഇവൻ്റെ ദേ പോകുക ഇതാ അതിൻ്റെ ഒപ്പം. ശരിയാ, ഇവിടുത്തെ ആയിരിക്കും, രണ്ടും കൂട്ടുകാരായിരിക്കും. ചായ വന്നു കേട്ടോ. ഇങ്ങനെ നോക്കിയിരിക്കുക. ചായ കിട്ടുമോന്ന് ഓർത്താൻ തോന്നിയിരിക്കുന്നത്. ചായ സൂപ്പർ ചായ കേട്ടോ. നമ്മളിവിടെ വന്നിട്ട് കുടിച്ച ചായയൊക്കെ രാജസ്ഥാനിലും ഗുജറാത്തിലൊക്കെ കുടിച്ച ചായ നല്ലതായിരുന്നു കേട്ടോ. അത്രയ്ക്ക് നമ്മൾ തമിഴ്നാട്ടിലും കർണാടകയാണ് മധുര ചായ നമ്മൾ കുടിച്ചത്. ഇതെന്ന് വെച്ചാൽ ഈ രാജസ്ഥാനിൽ നമ്മൾ വന്നിട്ട് കുടിച്ച ചായയൊക്കെ നല്ല സൂപ്പർ ചായയായിരുന്നു കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. അതായത് ഇവർ ഏലക്ക ഇങ്ങനെ ഇടിച്ചിടിച്ച കല്ലില്ല, അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇടിച്ചിട്ട് ഇട്ട് തിളപ്പിച്ചിട്ട് ഇതുപോലത്തെ മൺപാത്രത്തിൽ, എല്ലായിടത്തും ഇതുപോലത്തെ മൺപാത്രത്തിലാണ് ചായ കിട്ടുന്നത്. കുടിക്കുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു ഉന്മേഷം കിട്ടും ചായ കുടിക്കുമ്പോൾ തന്നെ. നമ്മളപ്പോൾ ചായക്കടയുടെ ബാക്ക് സൈഡാട്ടെ ഇത്. നമ്മൾ കൈയൊക്കെ കഴുകാൻ വന്നതാണ് ജസ്റ്റ്. അപ്പം ഒരൊട്ടകം അവിടെ നിൽപ്പുണ്ട് ആ മരത്തിൻ്റെ കീഴേ കണ്ടോ. പക്ഷെ ഒട്ടകത്തെ നമ്മളിപ്പോൾ UAE കാണുന്ന നമ്മുടെ ഒട്ടകം എന്ന് വെച്ചാൽ ഇങ്ങനെയല്ല. ഇതൊരു
ക്ഷീണിച്ചൊട്ടകം പോലെയാ. തീറ്റ കുറവായത് കൊണ്ടാണോ അറിയില്ല, ഒട്ടകം എന്താ ചവച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. പക്ഷെ ഇങ്ങനെ ഭയങ്കര ശോഷിച്ചൊട്ടകം പോലെ ഉണ്ട് കാണാനായിട്ട്. അവിടെ എന്തോ പണിയൊക്കെ നടക്കുക, ആ ഒരു വീട് പോലെയാണെന്ന് തോന്നുന്നു. അവിടുത്തെ അവരുടെ ഒട്ടകമായിരിക്കും. കണ്ട് ഇനിയിപ്പോൾ ഒരു ടോളിൻ്റെ ബോർഡാണ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ ഒരു ടോളിലേക്കാണ് ചെല്ലുന്നത്. നമ്മളിവന് വീണ്ടും ബിസ്ക്കറ്റ് കൊടുത്തു കേട്ടോ, കാരണം നമ്മുടെ പുറകിൽ നിന്ന് മാറുന്നില്ല. നമ്മൾ 2 പാക്കറ്റ് ബിസ്ക്കറ്റ് കൊടുത്തു, എന്നിട്ട് നമ്മുടെ പുറകെ വരുക. ടാറ്റാ, ഞങ്ങൾ പോകുക. ഇതേ അവൻ പുറകെ വരുക കേട്ടോ, നമ്മുടെ ഒപ്പം കാറി കയറി വരുമെന്ന് തോന്നുന്ന. ഇവൻ നമ്മുടെ ഒപ്പം കാറി കയറി വരുമെന്ന് തോന്നുന്നു. ടാറ്റാ. എന്തുവാ നമ്മളപ്പോ ചായ കുടിച്ച് കേറി. അതെ, അപ്പൊ ഇത്ര നേരം നമ്മള് പോവാൻ നിന്നായിരിക്കും. നല്ല ചായ ആയിരുന്നു കേട്ടോ, നല്ല ചായ. പിന്നെ ആ പട്ടി ഉള്ളതാണ് നല്ല രസമായിരുന്നു. അതിന്റെ ഇരിപ്പാ കേട്ടോ സൂപ്പർ. അതിങ്ങനെ പിന്നെ ഒട്ടകം ഉണ്ടായിരുന്നു, എല്ലാരും ഉണ്ടായിരുന്നു കുറച്ചു നേരം. പിന്നെ വേറൊരു പട്ടി വന്ന അതിന്റെ ഇടയ്ക്ക്. എന്നിട്ട് ആ പട്ടി വന്ന് ഈ പട്ടിയെ വിളിക്കും, പക്ഷെ നമ്മളുള്ളതുകൊണ്ട് ഈ പട്ടി പോകില്ല. ബിസ്ക്കറ്റ് ഒക്കെ കിട്ടുമല്ലോ. ഇപ്പൊ നമ്മള് പോകുന്നപ്പോ അങ്ങോട്ട് ഓടി പോകുന്നുണ്ട്. അപ്പൊ നമ്മള് ടോളിലേക്ക് വന്ന് കേറി. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ടോളാ ഇത്. ഇല്ലെന്തോ ഉണ്ട് കേട്ടോ, ഉണ്ട് 80. നമ്മളിവിടെ ചായ കുടിക്കുന്നില്ല. അപ്പൊ നമുക്കിവര് മറ്റേ ഗ്ലാസ്സിലല്ലേ ചായ തരുന്നത്, പക്ഷെ ഇതെല്ലാം ഡിസ്പോസിബിൾ ആ. ഇവരിത് നമ്മള് ചായ കുടിച്ച് കഴിഞ്ഞ് കളയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പ്ലാസ്റ്റിക്കിന്റെ ഡിസ്പോസിബിൾ ഗ്ലാസ് അല്ലേ കിട്ടുന്നത്, അല്ലെങ്കിൽ പേപ്പറിന്റെ. ഇവരെന്താന്ന് പറഞ്ഞാല് ഇവര് മറ്റേ ഈ മണ്ണിന്റെ ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പം എന്തെങ്കിലും റൂളോ വല്ലതും ഉണ്ടോന്ന് അറിയത്തില്ല, പ്ലാസ്റ്റിക് യൂസ് ചെയ്യാലെന്ന്. അതുകൊണ്ടാണ്. അല്ല, നമ്മുടെ അവിടെ അല്ലെങ്കിലും പേപ്പർ ഗ്ലാസ് അല്ലേ കിട്ടുന്നത്. ആണ്, അതുകൊണ്ടാണ് ഇവര് ചായക്ക് 20 രൂപ വെച്ച് മേടിക്കുന്നത്. നമ്മൾ വിചാരിച്ച് ഇവരെന്താ ചായക്ക് ഇത്രയും പൈസ മേടിക്കുന്നതെന്നായിരുന്നു നമ്മൾ വിചാരിച്ചോണ്ടിരുന്നത്. പക്ഷെ 20 രൂപ അതായിരിക്കും. 10 രൂപ ഗ്ലാസിന്റെ പൈസ ആയിരിക്കും, കാരണം അത് മറ്റേ മണ്ണിന്റെ ഗ്ലാസ്സാ. പക്ഷെ നമുക്ക് 30, 40, 50 ഒക്കെ മേടിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. ഇത് ചില കടയില് 20 മാന്യമായിട്ടുള്ള പൈസ, ബാക്കി 40, 50 ഒക്കെ മേടിക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പം കർണാടകയിലൊക്കെ പോയപ്പോഴത്തേന് മറ്റേ കുഞ്ഞി പേപ്പർ ഗ്ലാസ് തന്നെ കിട്ടുന്ന ചായക്ക് 20, 30 ഒക്കെ മേടിക്കുന്നുണ്ട്. അതൊന്നും നമ്മുടെ ഈ 2 വിരൽ ഇങ്ങനെ പിടിക്കാനുള്ള സ്പേസ് ആ ഗ്ലാസ്. പക്ഷെ ബദാമിയിൽ തന്നെ അത്രയും ചായ 5 രൂപയ്ക്ക് കിട്ടുകയും ചെയ്തത്. ആ ചായക്ക് തന്നെ 10 മേടിക്കുന്നുണ്ട്, 15 മേടിക്കുന്നുണ്ട്, 20 മേടിക്കുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ ഒരു മലയാണ്, ഫ്രണ്ടിലെ സൈഡിലൊക്കെ മലകളാണ്. നല്ല രസമുണ്ട് ഈ റോഡ്. റോഡ് ഫുള്ള് മഞ്ഞും, ഇങ്ങനെ ചെറിയ ചെറിയ മഞ്ഞ്. പിന്നെ അവിടുന്ന് സൂര്യപ്രകാശം ഇങ്ങനെ മലയിലേക്ക് അടിക്കുന്ന, അങ്ങനെ നല്ല രസമാണ്. ശരിക്കും രാവിലെ എണീക്കാങ്കിലേ നല്ല രസമാണ്, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാ രാവിലെ എണീറ്റ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നല്ല രസം. നമ്മളന്ന് അലൈനിലാണേലും രാവിലെ എണീറ്റ് പോയപ്പോ എന്ത് രസമായിരുന്നു. അതുപോലെ ഇവിടെ ഇങ്ങനെ മലയും മഞ്ഞും തണുപ്പും നല്ല രസമുണ്ട്. ഒരു കോട പോലെ എന്നിട്ട് ഇവിടെ മറ്റേ ആ നീളമുള്ള മറ്റേ വെള്ള പുല്ലുകളില്ലേ, അതുണ്ട് ഇങ്ങനെ തൂവല് പോലെ. അതിന് ഈ സൂര്യപ്രകാശം അടിക്കുമ്പോഴൊക്കെ നല്ല രസമാണ്. നമ്മളവിടുന്ന് ഇറങ്ങിയപ്പം ഇങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി കുറച്ച് വന്നപ്പോ ഇങ്ങനെ കണ്ടായിരുന്നു മുകളിൽ ഇങ്ങനെ ലൈറ്റിന്റെ ആ ഒരു മുകളിൽ ഇങ്ങനെ മഞ്ഞിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പാളി പാളി പോലെ അങ്ങനെ കാണായിരുന്നു. ഇത് കണ്ട നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന ഒരു ഇത് വണ്ടി തോലോടാണ്, കച്ചിയാന്ന് തോന്നുന്നു അതില് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇന്നലെ നമ്മളൊരു മണ്ഡപം പോലത്തെ സംഭവം ഞാൻ കാണിച്ചില്ലേ, ആ വണ്ടി ഇങ്ങനെ എല്ലാം കെട്ടിക്കഴിയുമ്പോ ഇങ്ങനെ ആവുമായിരിക്കും. കണ്ട ഇങ്ങനെ ഒരു ബലൂൺ വീർത്തിരിക്കണ പോലെ. അല്ല, പക്ഷെ ഇത് ലോറിയാ. നമ്മൾ ഇന്നലെ കണ്ടത് ട്രാക്ടർ അല്ലായിരുന്നു. അല്ല, അതും ചിലപ്പോ ഇങ്ങനെ കൊണ്ടുപോകാനായിരിക്കും ആ സാധനം. ഇതിങ്ങനെ കച്ചിയാ. ഫ്രണ്ട് വേറെ ഒരു വണ്ടി ഇതൊരു മറ്റേ
നമ്മൾ ഈ ട്രെയിനൊക്കെ പോലെ ഉണ്ട്. നമ്മൾ ഈ മോളിലൊക്കെ പോകുമ്പോ ഇങ്ങനെ ഇതെന്തോ അഗ്രികൾച്ചറിന്റെ എന്തോ ഒരു സംഭവമാണ് എന്ന് തോന്നുന്നു, അറിയില്ല. അതിന്റെ അടുത്ത് ഇതിന്റെ പുറകില് വേറൊരു സംഭവം ഉണ്ട്, കണ്ട പുറകിലൊരു അല്ല ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് അങ്ങനത്തെ എന്തോ സംഭവമാണ്. കണ്ട ഇപ്പുറത്തൊരു വലിയ മല, താഴത്ത് ഫുൾ കൃഷിയുടെ നിലം എന്തോ നട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊരു ശിവലിംഗം കാണാൻ പറ്റുമോ ഇവിടെ? ഈ വണ്ടിയുടെ ഒക്കെ ബാക്കിലായിട്ട് അതിന്റെ സൈഡിൽ എത്തുമ്പോ കാണാം. കണ്ടോ, ഒരു വലിയ ശിവലിംഗാണ്. സത്യയുഗ് മാരേജ് ഗാർഡൻ. എന്തുവാ എന്തേലും ശിവലിംഗം ഇതിന്റെ അപ്പുറത്ത് ഇവിടെ എനിക്ക് തോന്നുന്നു മാരേജ് ഗാർഡൻ എന്ന് വെച്ചാ. കണ്ടോ, വലിയൊരു ശിവലിംഗം, സൂപ്പറാ. പക്ഷെ ഇത് അടച്ചിട്ടേക്കാണ്, നമുക്ക് കേറാനൊന്നും പറ്റില്ല. ഇല്ല, കേറാൻ പറ്റില്ല. ശിവലിംഗത്തിന്റെ സ്റ്റാച്ചു കണ്ടോ, എനിക്ക് തോന്നുന്നു അതിലൂടെ ഒക്കെ വെള്ളം വരുന്നത്. ഇതെന്താ പാർക്കോ എന്തോ ഒരു സംഭവം കേട്ടോ. പക്ഷെ ഇത് അടച്ചിട്ടേക്കുന്നതിൻ്റെ തൊട്ട് ഇവിടെ ആരെ കാണാനൊന്നുമില്ല. ഇവിടെ ആരും ഇല്ല. ഇനിയിപ്പോൾ കയറാൻ പറ്റുമോന്നൊന്നും അറിയില്ല. നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ മണ്ടയിലൊക്കെ കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്താണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് പോകാം. ഇനിയിപ്പോൾ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് എന്തുവാണെന്നറിയാത്തതാണ് കയറണ്ട. ഞങ്ങളെ അപ്പോൾ ഇവിടെ ഒട്ടകത്തിനെ കണ്ടിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഒട്ടകം മരം വലിച്ചോണം. ഒട്ടകത്തിൻ്റെ വണ്ടി മറ്റേ രാജസ്ഥാനി ഒട്ടകം, ചിലങ്കയൊക്കെ ഇട്ട് ഒട്ടകം കണ്ട. ഞങ്ങൾ ഇതിനെ കണ്ടുകൊണ്ട് ഇവിടോട്ട് നിർത്തി. അതുകൊണ്ട് കുറേ അവിടുന്ന് വരുന്നുമുണ്ട് കേട്ടോ. അവിടുന്ന് അപ്പോൾ ഒട്ടകം വരുന്നുണ്ട് കേട്ടോ. ഒട്ടകത്തിന് ചിലങ്കയൊക്കെ ഉണ്ട് കേട്ടോ. കിലികിൽ കിലിക്കിൽ സൗണ്ടൊക്കെ കണ്ടോ. ഇവിടൊക്കെ ഒട്ടകത്തിന് ചുമന്ന ചിലങ്ക, ആ ഒട്ടകത്തിന് ഒരു വെള്ള ചിലങ്ക. ഇവരെല്ലാം ഇവിടെ നിർത്തി കേട്ടോ. ചായ കുടിക്കാനോ എല്ലാം ആയിരിക്കും. എല്ലാവരും ഇവിടെ നിർത്തി. ഞങ്ങളപ്പോൾ അത് കുറച്ച് നേരം കാണുമായിരുന്നു. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ തടിയെ. കുറേ തടിയേ ഇത്. കുറേ പ്രായമുള്ള അപ്പൂപ്പന്മാരാണ് വരുന്നത്. നല്ല രസമുണ്ട് ഇതിന് അലങ്കരിച്ചേക്കുന്നത്. നമ്മുടെ ട്രാക്ടറൊക്കെ കർണാടകയിൽ അലങ്കരിച്ചേക്കുന്നതിൻ്റെ കൂട്ടെ മറ്റേ ഇതൊക്കെ ഉണ്ട്, എന്താ പറയുന്ന ചിലങ്കയും മണികളും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പുറം ഫുള്ള് കൃഷിയാണ്. നല്ല രസം കേട്ടോ. നമുക്ക് അടുത്ത സർവീസ് റോഡ് വല്ലതും കിട്ടുവാണെങ്കിൽ ഒന്ന് ഇറങ്ങി നോക്കാം. ഇവിടെ ഫുള്ള് മറ്റേ ഉഴുത് നട്ടിട്ടിരിക്കുക. ഉഴുത് കൃഷി നട്ടിട്ടുമുണ്ട്, പക്ഷെ കിളുത്ത് വരുന്നതേ ഉള്ളു. അങ്ങനെ ഈ ഹൈവേ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി പറ്റില്ല. ഇവിടെ ഫുള്ള് ബാരിക്കേഡ് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങോട്ടൊന്നും കടക്കാനോ ഒന്നും പറ്റുന്നില്ല. നമുക്ക് അടുത്ത ഏതെങ്കിലും ഒരു കട്ടിങ് കിട്ടുമ്പോൾ സർവീസ് റോഡിൽ ഇറങ്ങിയിട്ട് നോക്കാം. കണ്ട ഇവിടെ റോഡിന്റെ നടുക്ക് ഫുള്ള് മറ്റേ കടലാസിയടി വെച്ചിരിക്കുക, പിങ്ക് കളറ്. അപ്പോഴേ നമ്മളെ ആ മെയിൻ ഹൈവേ ഇങ്ങോട്ട് ഇറങ്ങിയാട്ടോ. ഈ കൃഷി കണ്ടോണ്ട് നോക്കാൻ വേണ്ടിയിട്ട് വേണ്ട ഇവിടോട്ട് ഇറങ്ങിയ. ഇത് ഫുള്ള് കണ്ടോ ഇങ്ങനെ നട്ട് വെച്ചേക്കോ. നല്ല രസമുണ്ട് കണ്ടോ. അങ്ങ് കണ്ണത്താ ദൂരത്തോളം ഉണ്ട് ഇത്. ഈ ഒരു ഏരിയ ഫുള്ള് അങ്ങനെ. അതുകൊണ്ട് അവിടേക്ക് എന്തോ ഒരു വീടും ഉണ്ട്. അവിടെയൊക്കെ നോക്കിയാൽ അവിടെ കണ്ടോ ഒരു മരം പോലെ. ഇത് അവിടെയും വീടുണ്ട് കേട്ടോ. കുറച്ച് നിലമൊക്കെ ഉഴുതിട്ടേക്കോ, ഒന്നും നട്ടിട്ടില്ല. അതുകൊണ്ട് അവിടെയും കുറേ മരങ്ങളൊക്കെ നിന്നിട്ടൊരു ചെറിയ വീട് പോലെ അതിൻ്റെ അകത്തൊരു ട്രാക്ടറൊക്കെ കിടപ്പുണ്ട്. നല്ല രസമുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ. അവിടെ ഒരു വേലി പോലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോവാം. ഞങ്ങളെ അപ്പോൾ ഇവിടെ ഒന്ന് വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഇവിടെ ഒരു നമ്മുടെ പമ്പിലോട്ട് കയറി. ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പമ്പ്. ഈ പമ്പ് കണ്ടോ ഭയങ്കര നീളത്തിലാണ് കണ്ടോ. നല്ല നീളമാണ്, ഇങ്ങനെ ലെങ്തിലാണ് പമ്പ്. പക്ഷെ വലിയ അത്രയും വണ്ടിയൊന്നുമില്ല. ഇതിൻ്റെ ആണെങ്കിൽ പുറത്തെ ഫുള്ള് നമ്മളാ കണ്ട പോലുള്ള കൃഷി സ്ഥലങ്ങളാണ്. കണ്ട ഇത് ഫുള്ള് കൃഷി സ്ഥലങ്ങളാണ്.
ഇടയ്ക്ക് ചെറിയ വീടൊക്കെ ഉണ്ട് കണ്ടോ, അങ്ങൊക്കെ ഓരോ, ചിലപ്പോൾ ഈ വീട്ടുകാരുടെ പ്ലോട്ടായിരിക്കും അത്. അങ്ങൊക്കെ കച്ചി വൈക്കോല് കെട്ടി വച്ചേക്കുന്നതും അങ്ങനെ ഒരുപാടുണ്ട്. എല്ലാം പെയിൻ്റ് ഒന്നും അടിക്കാത്ത വീടുകളാട്ടോ, ഇതുപോലെ പകുതി പണിതിട്ടേക്കുന്ന വീടുകളൊക്കെയാണ്. നമ്മളിപ്പോൾ കഴിക്കാൻ വാങ്ങാനൊരു കട, ഇത് നമ്മൾ ഹൈവേ കൂടെ പോകുന്നതുകൊണ്ട് കടകൾ പൊതുവേ കാണുന്നില്ല. അപ്പം നമ്മൾ സർവീസ് റോഡ് കയറി ഒരു കട കണ്ടു, പക്ഷെ ഇവിടെ കഴിക്കാൻ കിട്ടുമോയെന്നറിയില്ല. ഇതൊരു ബേക്കറി പോലത്തെ കടയാണെന്ന് തോന്നുന്നു. എന്തായാലും ചോദിച്ചു നോക്കാം. ഇവിടെ സൈഡിൽ പൊതുവെ ഇങ്ങനെ റെസ്റ്റോറൻ്റൊന്നും അങ്ങനെ കാണുന്നില്ല. ഇപ്പം നമ്മളിതിരെ വന്നിട്ട് ഇതൊക്കെ മെഡിക്കൽ സ്റ്റോർ, പിന്നെ അതുപോലെ വർക്ക്ഷോപ്പ് പോലത്തെ കടയൊക്കെയാണ് പൊതുവെ ഇവിടെ കുറവാണെന്ന് തോന്നുന്നു. ഇവിടെ ചായയൊക്കെ ഉണ്ടെന്നാണ് തോന്നണത്. പക്ഷേ ഇതും കച്ചോരിയും തന്നെയാണ് പറഞ്ഞ കേട്ടോ. പക്ഷെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കടല, തൈര്, പിന്നെ ഉള്ളി, പിന്നെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ, എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയത്. ഇതും കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളപ്പോഴേ അതൊക്കെ മേടിച്ച് ഒരു പ്ലേറ്റ് കൂടെ പറഞ്ഞത്, അത് നല്ല സാധനമായിരുന്നു. അപ്പോൾ അതൊരു പ്ലേറ്റ് കൂടെ പറഞ്ഞു, പിന്നെ 2 ചായയും പറഞ്ഞു. എന്നിട്ട് നമ്മളിവിടെ ഇവിടെ ഒന്ന് കഴിക്കാമെന്ന് ഓർത്ത്. ഇവരിപ്പോൾ ആഴ്ചയിലൊന്നുമില്ല കേട്ടോ, ആഴ്ചയിലൊന്നുമില്ല, അല്ലാണ്ട് പ്ലേറ്റിൽ ഇങ്ങനെ തരും. അപ്പോൾ നമ്മളോർത്ത് ഇവിടെ ഒന്നും കഴിച്ചിട്ട് വാങ്ങുന്നു. ഇത് കണ്ട് ഇവിടെയും ഫുള്ള് കൃഷിത്തോട്ടങ്ങളാണ് കേട്ടോ. കൃഷിത്തോട്ടങ്ങളല്ല, ഇതാ. നമ്മളിപ്പം ഫുഡ് കഴിക്കാൻ ഇപ്പം കയറിയില്ലേ, ഫുഡ് കഴിക്കാൻ നിർത്തിയത്. ഇതിപ്പോൾ ഹരിയാനയാണ് കേട്ടോ. നമ്മൾ രാജസ്ഥാനിൽ നിന്ന് ഹരിയാന കയറിയിട്ടാണ് പഞ്ചാബിലേക്ക് പോകുന്നത്. ഇങ്ങനെ ടച്ച് ചെയ്തു. തിരിച്ചു വരുമ്പോഴും ഹരിയാന വഴി വരുന്നത്. അപ്പം നമ്മളിപ്പോൾ കടയിൽ ചോദിച്ചപ്പോഴും അവർ പറഞ്ഞത് ഹരിയാനയാണെന്ന് പറഞ്ഞു. ഇവിടെ എനിക്ക് തോന്നുന്നു രാജസ്ഥാന്റെ അത്രയൊന്നും കടകളും ഇല്ല എന്ന് തോന്നുന്നല്ലേ. ഇത് വലിയ ഹൈവേ ആയോണാന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. അല്ല ഇത് ചെറിയ സ്ഥലത്തേക്കൊക്കെ പോകുന്ന സർവീസ് റോഡല്ലേ, അപ്പൊ ഇപ്പൊ വലിയ കടകളൊന്നും ഉണ്ടെന്ന് തോന്നില്ല. ഫുള്ള് കൃഷിയാ, സൈഡ് ഫുള്ള് കൃഷിയാ. കണ്ട ഇവിടെയൊക്കെ ഫുള്ള് കൃഷിയാ. ഇനി ഇവിടെ ഒരു ടോളുണ്ട് ഹരിയാന കയറിയപ്പോ. അകത്തോട്ടൊക്കെ മൺവഴിയൊക്കെ എന്തോരം ഗ്രാമങ്ങളോ ഗ്രാമത്തിലേക്കൊക്കെ പോകുന്ന വഴിയാന്ന് തോന്നുന്നു. നമ്മളെ അപ്പം വരുന്ന വഴിക്ക് ഒരു കുതിരവണ്ടി കണ്ടിട്ട് ഇവിടോട്ട് ഇറങ്ങിയതാണ്. ഇവിടെ നിന്ന് ഒരു കുതിര ഇങ്ങനെ ഓടി വരുന്നുണ്ട്. അപ്പോൾ ആ കുതിരവണ്ടി കണ്ടോണ് നമ്മളൊന്ന് കാണാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. ഇതേ കണ്ടോ? പക്ഷേ അയ്യോ അവരവിടെ കയറുവാണോ? അല്ല കേട്ടോ. ഇതേ കണ്ടോ, അവരവിടെ നിർത്തി. ഇതേ 2 വെള്ളക്കുതിര കേട്ടോ, നല്ല രസമുണ്ട്. ഇതേ അവർ വരുക കേട്ടോ. അവരവിടെ നിന്ന് എടുത്ത് നിർത്തിയപ്പോൾ നമ്മളും ഇവിടെ നിർത്തിയിട്ടേക്കുമായിരുന്നു. അവർ വരുന്നത് നോക്കി. ഞങ്ങളെ അങ്ങനെ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ആ പുറകിരുന്ന പുള്ളി ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തന്നിട്ട് അവർ പോയി. വേണ്ട, അവരങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക. ഇത് കണ്ടോ, നമ്മളൊരു ഹൈവേ വന്ന് കയറി. ഇവിടെ ഒന്നും ആളില്ലാത്ത ഹൈവേ, വണ്ടി ഇല്ലാത്ത ഹൈവേ, ഒന്നുമില്ല. ഇങ്ങനെ നിരപ്പായി ഇങ്ങനെ കിടക്കുക. ലോറി പോലും ഇല്ല, ഒരെണ്ണം പോലും. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ലോറി ഒന്നും ഇല്ലാത്തൊരു ഹൈവേ നമ്മള് കാണുന്നത്. അപ്പുറത്തെ സൈഡിൽ 1-2 വണ്ടികളൊക്കെ ഉണ്ട്, കാറും ഇതൊക്കെ. നമ്മുടെ ഈ സൈഡിൽ ഒരു വണ്ടി ഇത് കണ്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഫുള്ള് കൃഷിയാണ്. കൊറേ നേരമായി നമ്മള് ഇപ്പൊ തൊട്ട് ഇങ്ങനെ കൃഷിയാ. കണ്ടിട്ടില്ല. ഫുള്ള് കൃഷി.
കമ്പനിയാണ് ആണെന്ന് തോന്നുന്നു. കാരണം അതിന്റെ ചുറ്റിനും കട്ട ഇഷ്ടികളൊക്കെ വെച്ചിട്ടുണ്ട് ഒത്തിരി. ഇതൊക്കെ ഒരുപാടുണ്ട്, ഒത്തിരി ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട്. ചിമ്മിനി പോലെ ഇങ്ങനെ കണ്ട് ഇവിടെ ഫുള്ള് കൃഷികളാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇത് എക്സ്പ്രസ് ഹൈവേ ആയിരിക്കും തോന്നുന്നു കേട്ടോ. അത് സൂപ്പറായിട്ട് പണിതിട്ടേക്കുക. നമ്മളിതില് 375 ടോള് കയറിയപ്പോ. ഇതിന് മുന്നേ നമ്മളാ പൂനെ മുംബൈ ആ ഒരു ഹൈവേയിലായിരുന്നു 350. സാധാരണ എക്സ്പ്രസ് ഹൈവേയിലാണെന്ന് തോന്നുന്നു ഇത്രയും കൂടുതൽ ടോള് മേടിക്കുന്നത്. എനിക്കറിയത്തില്ല, ആണെന്നാ തോന്നുന്നത്. നമ്മുടെ ഹരിയാനയില്ലേ, ഹരിയാന ഉണ്ടാവുന്നത് നവംബർ 1, 1966 കേട്ടോ. ഇത് അബോർഡ് ഓഫ് ഗോഡ് എന്നാണ് ഹരിയാന അറിയപ്പെടുന്നത്. നമ്മുടെ ഡെൻമാർക്ക് ഓഫ് ഇന്ത്യ എന്നും ഹരിയാന പറയും. കാരണം ഹൈ ഡയറി ഫാമിംഗ് കാരണമാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. പിന്നെ ഇവിടുത്തെ മെയിൻ കൃഷി എന്ന് പറഞ്ഞാൽ നെല്ലും ഗോതമ്പും പിന്നെ ഷുഗർ കെയിനുമാണ് ഇവിടുത്തെ മെയിൻ കൃഷി. നമ്മൾ സൈഡിൽ കാണുന്നത് പുല്ല് പോലെ, നമ്മുടെ മറ്റേ ഇതുപോലെ ഇല്ല, തൂവല് പോലെ ഇങ്ങനെ നിക്കുന്ന അതിന്റെ വലിയതാകട്ടെ. നമ്മുടെയൊക്കെ നാട്ടിൽ അതിന്റെ ചെറുതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ പിടിച്ചു നിക്കണല്ലോ, അതിന്റെ വലിയതായത് ഭയങ്കര വെള്ളം കെട്ടിക്കിടക്കുന്നു. അമ്പലം നല്ല രസമുള്ളൊരു സ്ഥലമാണ്. കണ്ട വീണ്ടും വീണ്ടും ആ പുല്ല് ഒത്തിരി ഉണ്ട് കേട്ടോ, ഇങ്ങനെ പൊന്തി പൊന്തി നിക്കണം. കണ്ട അവിടെ ഫുള്ള് ഇങ്ങനെ ആ പുല്ല് പിടിച്ച് നിൽക്കുക, ഇങ്ങനെ പൊങ്ങി പൊങ്ങി ഒരു വേലി പോലെ, വേലി കെട്ടി വെച്ചിരിക്കണ പോലെ ആ പുല്ല് കാണാം നമുക്ക്. സത്യം ദേ അവിടെയൊക്കെ ഉണ്ട് ഒരു വേലി പോലെ പൊങ്ങി നിൽക്കുക. അവിടെ ട്രാക്ടറും കിടപ്പുണ്ട് ആ പാടത്ത്. നടുക്കൂടെ ചെറിയ റോഡും. നല്ല രസമായിരിക്കും ഇതൊരു പോകാൻ വേണ്ടിട്ട്. താഴെക്കൂടെ അകത്തൂടെ പോവാണെങ്കിൽ ട്രാക്ടർ ഉണ്ട്. ഈ ഹൈവേ ഒക്കെ കഴിഞ്ഞിട്ട് ഏതെങ്കിലും സർവീസ് റോഡ് കിട്ടുവാണെങ്കിൽ ഒന്ന് കയറി അകത്തോട്ട് പോയിട്ട് തിരിച്ചു വരാം. അതിന്റെ സൈഡിൽ കൂടെ റോഡുണ്ട്. ഇതുണ്ടോ മരം വെച്ചിരിക്കുന്നത്, ഒരേ ലൈനിലെ മരം. ഇവിടെ ഒരു വാഷ്റൂമും കാര്യങ്ങളും ഒക്കെ കൂടെ കണ്ടിട്ട് നിർത്തിയതാണ് കേട്ടോ. ആ വലിയ ഹൈവേന്ന് സൈഡിലോട്ട് ഇറങ്ങിയ ഒരു വാഷ്റൂം, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പം വാഷ്റൂമിൽ കയറാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പം എന്താ ഞാനിങ്ങനെ പുറകിലോട്ട് നോക്കിയപ്പോൾ ഇവിടെ ഒരു പാർക്ക് പോലെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ നമ്മൾ വന്ന അവിടുത്തെ കൃഷിസ്ഥലവും ഒക്കെ കിട്ടുമെന്ന് തോന്നുന്നു. ഒന്ന് നടന്ന് നോക്കാം. ഇവിടെ റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് കഴിക്കാൻ വേണമെങ്കിലൊക്കെ അവൈലബിളാണ്. ഞാൻ കയറി നോക്കിയില്ല എന്താ സെറ്റപ്പ് കഴിക്കാൻ കിട്ടുമെന്നൊക്കെ. നമുക്ക് എന്തായാലും ആ പാടവും ഇതും കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങോട്ടൊന്ന് പോയി നോക്കാം. കാണാൻ പറ്റും, പക്ഷെ അതങ്ങ് അപ്പുറത്തായിട്ടാ. ഇതേ നമുക്ക് അങ്ങനെ ഒരു വ്യൂ കിട്ടത്തുള്ളൂ, അടുത്തങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ഇവിടെ ഇത്തരത്തിൽ വേലി വെച്ച് അടച്ചേക്കുക. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഭയങ്കര രസം, എന്തോരം ഏരിയ അങ്ങനെ കിടക്കുന്നത്, ഇങ്ങനെ ഫുള്ള് കൃഷി, നല്ല രസമുണ്ട്. നമ്മളെ അപ്പം കറങ്ങി 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 കുറച്ചുകൂടെ അടുത്ത് വന്നു കേട്ടോ. അപ്പം ഇവിടെ എന്നാൽ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. ഇതോ അവിടെ ഒരു കൊച്ചു വീട് പോലെയൊക്കെ ഉണ്ട്, അതിൻ്റെ ഫ്രണ്ടിലൊരു കട്ടിലിട്ട് ഒരാൾ കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴേ ഞങ്ങളിനിയിപ്പം തിരിച്ചിവിടുന്ന് ഹൈവേയിലോട്ട് കയറി പോകാൻ പോകും. ഇതാ റെസ്റ്റോറൻറ്റ് കേട്ടോ, നല്ല രസമാണ്. ഇങ്ങനത്തെ രീതിയിലാണ് എന്താ ഒരു ഡിസൈനിലൊക്കെ അതിൻ്റെ ഫ്രണ്ട് വശമൊക്കെ ചെയ്തേക്കുന്നത്. കണ്ട ആ ഓറഞ്ച് കളറിൽ അത് മൊത്തം ഇങ്ങനെ പൂക്കൾ പോലെ ഡിസൈനാണ്. നമ്മളിവിടെ വന്നപ്പോൾ കുറേ വണ്ടി ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും പോയി. ഒത്തിരി പേര് ഫാമിലി ആയിട്ടൊക്കെ വരുന്ന ഒരുപാട് പേര് നിർത്തുന്നുണ്ട്. ഇത് കണ്ട ലെഫ്റ്റ് സൈഡ് ഫുള്ള് വെള്ളം കെട്ടി കിടക്കുവാണേ. കൃഷിയുടെ പാടം തന്നെയാന്ന് തോന്നുന്നു, ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുക. ഇതിന്റെ ഇടയ്ക്കൊക്കെ ഓരോരോ കൊച്ചു വീടുകളുണ്ട് കേട്ടോ. അതാ ഇവർ ഈ കൃഷി നോക്കുന്നവര് ചെയ്ത് വെച്ചേക്കുന്നതാണ്. കാരണം നമ്മളാ പമ്പിൽ കയറിയപ്പോഴും അവിടെ ഇതുപോലൊരു ചെറിയ വീടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അതിന്റെ ഫ്രണ്ടിൽ ഒരാൾ കിടപ്പുണ്ട്, അവിടെ മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട്.
അപ്പൊ അവർക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ചെറിയ വീട് പോലെ ഇങ്ങനെ നടുക്ക് ഓരോരോ ചെറിയ ചെറിയ ഇത് വെച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട പുല്ല് പോലത്തത് ഇവിടെ ഉണ്ട് കേട്ടോ. പുല്ല് ഇങ്ങനെ പൊന്തി പൊന്തി നിൽക്കണം കണ്ട. അവിടെയൊക്കെ എന്തോ മറ്റേ ഇത് ട്രാക്ടറും അങ്ങനെ കൃഷിയുടെ ഓരോരോ ഇതൊക്കെ കിടപ്പുണ്ട്. ഒരു ലക്ഷ്യമില്ലാത്ത കാഴ്ചകളെല്ലാം. കാരണം ഈ ഇത്ര നേരം ഈ ഹൈവേ തുടങ്ങിയിട്ട് 10-70-80 കിലോമീറ്ററായി. രണ്ട് സൈഡ് ഫുൾ ഇതുപോലെ കൃഷി. അതും ചെറിയൊരു കോടയുടെ കൂട്ടമുണ്ട്. അപ്പൊ കാണാൻ നല്ല ഭംഗിയാ. അത്യാവശ്യം തണുപ്പും ഉണ്ട്, യെല്ലോ കളറും എല്ലാം കൂടെ നല്ല രസമുണ്ട്.